കോഴിക്കോട് സ്വദേശിയായ യുവതിയിൽ നിന്നും പ്രണയം നടിച്ച് 10 പവൻ സ്വർണം തട്ടിയെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. നീലേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി ഷനീറാണ് പിടിയിലായത്. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. 3 ദിവസം മുൻപ് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ് പ്രതിയും തട്ടിപ്പിനിരയായ യുവതിയും. പ്രതിയായ യൂത്ത് കോൺഗ്രസ് നീലേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറിയും INTUC നേതാവുമായ ഷനീർ തന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് തട്ടിപ്പ് നടത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന സ്ത്രീയെ പറ്റിച്ചാണ് പ്രതി സ്വർണം തട്ടിയത്. യുവതിയുടെ കൈവശമുള്ള 10 പവൻ സ്വർണം പണയം വയ്ക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞായിരുന്നു സ്വർണം തട്ടിയത്. കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണം പണയം വെച്ച് ബാങ്ക് നൽകുന്ന പണത്തേക്കാൾ കൂടുതൽ പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഫോൺ നമ്പറോ യഥാർത്ഥ പേരോ വിലാസമോ അറിയാത്ത ആളെ വിശ്വസിച്ച് യുവതി വിജയദശമി ദിവസം വളയനാട് ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ച് ആൾക്കൂട്ടത്തിൽ നിന്നും സ്വർണം കൈമാറുകയായിരുന്നു. സ്വർണം തൂക്കി നോക്കി ഉടൻ പണവുമായി വരാം എന്ന് യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച ശേഷം സ്ഥലത്തുനിന്ന് പോയ പ്രതി യുവതിയെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്ത് മുങ്ങുകയായിരുന്നു. ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തതോടെയാണ് യുവതിക്ക് തട്ടിപ്പ് മനസ്സിലാക്കിയത്. ഉടൻ തന്നെ ചേവായൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ സംഘം പ്രതിയെ നീലേശ്വരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തു. നീലേശ്വരം പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. യുവതിയുടെ അമ്മയുടെ താലിമാലയുൾപ്പെടെയുള്ള മുഴുവൻ സ്വർണവും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി നേരത്തെയും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായും പ്രതിയുടെ പേരിൽ നീലേശ്വരം പോലീസിൽ മോഷണ കേസുള്ളതായും മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചു. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ആണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് സോഷ്യൽ മീഡിയയിൽ കേവലം 3 ദിവസം മുമ്പ് മാത്രം പരിചയപ്പെട്ട ഒരു പ്രതിക്ക് യുവതി തന്റെ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നത്. മെഡിക്കൽ കോളേജ് പോലീസിന്റെ അതിവേഗ ഇടപെടലാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തുന്നതിനും പ്രതിയെ അതിവേഗം തന്നെ പിടികൂടാനും സഹായകരമായത്. ദിലിഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.